നമുക്ക് കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മൾ അറിയണം അവരെന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഇവിടം വരെ എത്തിയെന്ന്. ചുമ്മാ സിമ്പിൾ ആയിട്ടാ നീ ക്യാബറ ഡാൻസ് ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോ എന്ത് സിമ്പിൾ ആയിട്ട് തീർന്ന്. ഉത്തരം മുട്ടമ്പം കൊഞ്ഞണം കുത്തു എന്ന് പറയാം. അതാണ് സംഗീത ലക്ഷ്മണ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഉത്തരം മുട്ടമ്പം കൊഞ്ഞണം കുത്തു എന്ന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബാമ ടീച്ചറിനെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക്? ഞാൻ എന്റെ ചോദ്യമാണ്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്? ഇവരെ കുറിച്ച് എനിക്ക് A to Z ബാമ ടീച്ചറിനെ കുറിച്ചായാലും മല്ലിക ചേച്ചിയെ കുറിച്ചാണ് A to Z അറിയാം. ആരുടെ സൈഡിലാണ് ന്യായമുള്ളതെന്ന് A to Z എനിക്കറിയാം. കുറച്ച് പൈസ കൊടുത്തപ്പോഴത്തേക്ക് വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. കൊള്ളാം. അടിപൊളി. കേസാവും എന്ന് കണ്ടപ്പോ പതുക്കെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ ആരതി രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ആരാ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇപ്പോഴും ആരാ ഉദ്ദേശിച്ചെന്ന് പറയുന്നില്ലല്ലോ. ആരതി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ആര്? അതിന് ഉത്തരവില്ലേ? പിന്നെ വലിയ മെഡിക്കേറ്ററിക്കോ? അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നത് കണ്ടാ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ലോകം മൊത്തം വൈറലായിന്ന്. എങ്ങനെ വൈറലായി? നിങ്ങളെ കുറിച്ച് ആരെങ്കിലും ഒരു നല്ല രീതിയിൽ ആരെങ്കിലും പറയൂ? നിങ്ങളെ കുറിച്ച് യൂട്യൂബ് തുറന്നാ കാണാം. നല്ല ഒരൊറ്റ കമന്റ് നിങ്ങളെ കുറിച്ച് ആരെങ്കിലും പറയൂ? പറയില്ല. പിന്നെ അതാണോ ഭയങ്കര കാര്യം? നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ നിങ്ങൾക്ക് ഏറ്റവും വലുത്? ഒറ്റ ദിവസം കൊണ്ട് ലോകം മൊത്തം വൈറലായിന്ന്. ബുദ്ധി കൊള്ളാം കേട്ടാ, ബുദ്ധി. പക്ഷേ ആരുടെ പോയി പറയല്ലേ, നാണക്കേടാ. സ്വന്തം മരുമോള കഴുത്തി കിടക്കുന്ന താലിമാല പൊട്ടിച്ച് മുഖത്ത് എറിഞ്ഞു കൊടുക്കുക, കുറ്റിക്ക് അടിക്കുക, ഇതൊക്കെയാണ് നല്ല സ്വഭാവമായത്. എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ കുറെ പെണ്ണുങ്ങളും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, സമ്മതിച്ചു. മനുഷ്യൻ കറുപ്പാകും, ആർക്കാണ് പ്രശ്നം? തീർച്ചയായിട്ടും മനസ്സ് നന്നായാൽ മതി. നിറത്തിൽ എന്ത് കാര്യം? ഒരു നിമിഷം മതി. അവര് വലിയ ന്യായത്തിൽ പറഞ്ഞു ഞാൻ ഭയങ്കര സുന്ദരിയാണ്. നിങ്ങൾ എന്ത് സുന്ദരിയാ? നിങ്ങൾ പോയി കണ്ണാടിയെ നോക്കും. നിങ്ങൾ എന്ത് സുന്ദരിയാ നിങ്ങൾ കുറെ ഫെയർ ആൻഡ് ലവ്ലി വാരി ഇട്ടിട്ട് കുറെ ലിപ്സ്റ്റിക് ഇടുമ്പോ സുന്ദരി, ഒരു വലിയ പൊട്ടും ഇങ്ങനെ എടുത്തിടുമ്പോ സുന്ദരിയാവോ? നിങ്ങൾ സുന്ദരികളെ വല്ലതും കണ്ടിട്ടുണ്ടാ? നിങ്ങൾ സുന്ദരികളെ കണ്ടിട്ടുണ്ടാ? സുന്ദരിയാണെന്ന് സ്വയം പറയുക. സുന്ദരികളെന്ന് പറഞ്ഞ് നടക്കൂല, അതാണ് രസം. അവർക്ക് കൊക്കിനെയാണ് ഇഷ്ടം. നമുക്കിപ്പോ അശ്വന്ത് കൊക്കല്ലെന്ന്, അശ്വന്ത് കോക്ക്. എന്നാ എനിക്കിഷ്ടമല്ല. എന്തുവാ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ, അത് കലക്കി കേട്ടോ, പുതിയ ഭടൻ എത്തി. സംഗീത ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ. അതാണ് ഉറങ്ങി കിടക്കുവായിരുന്നു ഈ സാധനം, ഇപ്പൊ പൊങ്ങി വന്ന് പതുക്ക. അയ്യോ, സകലமான പേര് വീഡിയോ ഇട്ടിട്ട് ഇവരെ മാത്രം കണ്ടില്ല. ഇതാരും സംഭവം ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ബുദ്ധി പോയിന്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരി ഇത്രയും ദിവസം. IPC6 പ്രകാരം വെളുപ്പ് എന്ന് പറയുന്നതിന് കുറ്റമില്ല. ആർക്ക് വേണം നിങ്ങളുടെ? പോടെ ഒന്നും അറിഞ്ഞൂടാ എവിടെ കുത്തിയിരുന്ന് എനിക്കിഷ്ടം. അശ്വന്ത് കൊക്കിനെ കോക്കാണെങ്കിൽ എനിക്കിഷ്ടമല്ല. ഞാൻ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. കൈ വെള്ളം എടുത്തോണ്ട് വരുമോ? വെള്ളം ഇല്ല. ജഗതി ഈ പാവാട എടുത്തോണ്ട് അപകടമാണേ.
കരി പിടിച്ചതങ്ങോട്ട് ഞാൻ ബാക്കിയുടെ കേക്കട്ടെ. പകുതി കേട്ടപ്പോഴും മതിയായി. ശ്രീകുമാർ സുകുമാരൻ, അതെ, മല്ലിക ജഗതി ശ്രീകുമാർ സുകുമാരൻ എന്ന് മുഴുവനായി തന്നെ ആ സ്ത്രീയെ വിളിക്കണം. കാരണം എന്റെ കുഞ്ഞുനാളുകളിൽ ഈ പറഞ്ഞ മല്ലികയെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മകൾ കൊണ്ടാവണം പിൽക്കാലത്തെ ചാനലുകളിൽ മല്ലികയുടെ വലിയ വായിലെ സംസാരം 30 സെക്കൻഡിൽ കൂടുതൽ ഞാൻ കേൾക്കില്ല. കേട്ടാൽ ഉടനെ എന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ സ്ത്രീയെ കുറിച്ച് കേട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മ വരും. ആ ഓർമ്മ വിവരങ്ങളുടെ സമ്മറി ഇതാണ്. അതായത് ജഗതി ശ്രീകുമാർ ഒരു സ്ത്രീലമ്പടം ആയതുകൊണ്ടും സുകുമാരൻ ഒരു പൊട്ടനായതുകൊണ്ടും കിട്ടിയ സൗഭാഗ്യങ്ങൾ മാത്രമാണ് സുകുമാരന്റെ. അല്ല, ഒരു കാര്യമുണ്ട്. ഭാര്യമാരെ നന്നായിട്ട് നോക്കുന്ന ആണുങ്ങളെ പൊട്ടന്മാര്, അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കാണുന്നതാ. പൊട്ടന്മാര് കൊള്ളാല്ല, നല്ല നല്ല ഡയലോഗാണല്ലോ. പൊട്ടന്മാര് ഭാര്യമാരെ നല്ലപോലെ നോക്കുക, അവരെല്ലാം പൊട്ടന്മാര്. നോക്കാത്തവരൊക്കെ മിടുക്കര്. അടിപൊളി ഡയലോഗാട്ടോ. മല്ലികത്തിൽ ഉണ്ടായിരുന്നത് വളർന്നു വലുതായപ്പോൾ പിന്നിപ്പോഴും മല്ലിക ജഗതി ശ്രീകുമാർ സുകുമാരൻ എന്ന സ്ത്രീയെ ഒരു മിനിറ്റിലധികം നോക്കിയിരുന്നാൽ ഇവൾ എപ്പോൾ മുതലാണ് കുലസ്ത്രീയായി പരിണമിച്ചത് എന്ന് ഞാൻ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എപ്പോഴാണ് ഈ ബാമ ടീച്ചർ കുലസ്ത്രീയായത്? എപ്പോഴാണ് കുലസ്ത്രീയായത്? എന്റെ പൊന്നോ, ആ ന്യൂസുകാരി ചെന്നപ്പോ ഉള്ള ഒരു ആക്ഷൻ, മുടി അങ്ങോട്ടിടുന്നു മുടി ഇങ്ങോട്ടിടുന്നു. 66-ാമത്തെ വയസ്സില് അമ്മച്ചിയുടെ ഒരു പ്രകടനം. ഇപ്പൊ എന്നെ തിരക്കിയോ ന്യൂസുകാരിപ്പൊ എന്നെ തിരക്കിയോ? എന്റെ വീട് അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കണോ? വലിയ ക്രെഡിറ്റാ, ഭയങ്കര ക്രെഡിറ്റാ. അമ്മച്ചി 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 ഭയങ്കര സംഭവമാണ്. അമ്മച്ചി ഭയങ്കര സംഭവം. മനസ്സിലായില്ലായിരുന്നു? മോനെ രാമു, ഇവരൊന്നും ഇങ്ങോട്ട് കടത്തിവിടില്ല, എല്ലാത്തിനും പിടിച്ച് പുറത്താക്ക്. TC ഉള്ള വീടാ, നിങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളു വീട്. എന്താ മാധ്യമ പ്രവർത്തനം അത്രയ്ക്ക് പോക്കില്ല നടക്കുവാണ്? അത്രയ്ക്ക് പോക്കില്ല നടക്കണം നിങ്ങൾ ഇങ്ങനെ ആക്ഷേപിച്ച് വിടാൻ? അപ്പൊ നിങ്ങളുടെ സൈഡില് തെറ്റുള്ളതുകൊണ്ട്, കുറ്റമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഭയപ്പെടുന്നത്. ഇറങ്ങിപ്പോ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കുറ്റമുള്ളതുകൊണ്ടാ. നിങ്ങൾ പറഞ്ഞത് അബദ്ധമായി പോയി. പിന്നെ മനസ്സിലായത് പറഞ്ഞത് അബദ്ധമായി പോയി. പക്ഷെ സമ്മതിക്കാനും വയ്യ. നിങ്ങളുടെ ഈഗോ സമ്മതിക്കുന്നില്ല. നിങ്ങൾക്കൊരു സോറി പറയാനുള്ള മനസ്സും ഇല്ല. എന്നിട്ട് ഇപ്പം ഒന്നും അറിയാത്ത മട്ടില് ചാനലിൽ അയ്യാ ഞാൻ RLV ഒന്നും പറഞ്ഞില്ലേ, ഞാൻ വേറെ ചാലക്കുടിയിലെ നൃത്താധ്യാപകൻ എന്ന് പറഞ്ഞാൽ RLV ആണ്. അല്ല, അപ്പൊ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചാണെന്ന് പറ. നിങ്ങളൊന്ന് പറ. തിരുവനന്തപുരത്തുകാർ പറഞ്ഞു കേട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംശയങ്ങൾ ചോദിക്കാൻ ഇതൊരു അവസരമായി തന്നെ കരുതുകയാണ് ഞാൻ. ഇപ്പോഴുള്ള നവോത്ഥാന ഫെമിനിസ്റ്റുകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ദഹിക്കില്ല. കാരണം അവരൊക്കെ വീട്ടിൽ അനുസരണമുള്ള ഭാര്യമാരും പുറമെ ഫ്രീ സെക്സിന്റെ വക്താക്കളുമാണല്ലോ. ഇത് രണ്ടുമല്ലാത്ത എനിക്ക് മല്ലികയെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. യഥാർത്ഥത്തിൽ ജഗതി ശ്രീകുമാർ നിയമപരമായി ഈ മല്ലികയെ വിവാഹം ചെയ്തിരുന്നു. ഈ മല്ലികയുടെ നിയമപരമായ ഭർത്താവായിരുന്നു ജഗതി ശ്രീകുമാർ. പണ്ടത്തെ തപ്പി ഇറങ്ങിക്കോ. പണ്ടത്തെ ഇത്ര വലിയ ഡയലോഗ് അടിക്കുന്ന ആശാനെ ആദ്യമേ ബാമ ടീച്ചറിന്റെ ചരിത്രം ഒന്ന് പോയി നോക്ക്. ഞങ്ങള് പുറത്ത് പറയാത്ത കുറെ ചരിത്രങ്ങളുണ്ട്, നാറിയ കുറെ ചരിത്രങ്ങൾ. അത് ഞങ്ങൾ ഇറക്കും. ഒരുപാട് ബാമ ടീച്ചർ അഭ്യാസം എടുത്ത ആ ചരിത്രങ്ങൾ ഞങ്ങൾ വിളമ്പൂന്ന് വെച്ചാ 1.5 തരവാ വിളമ്പൂന്നുള്ളു. പല കഥകളും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു. എവിടം വരെ പോകുന്നു നോക്കൂ. ടീച്ചറെ ഞങ്ങൾ എടുത്ത് വിളമ്പും, ഉറപ്പാണ്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ ഇനി അങ്ങോട്ട് കൂടുതൽ വെളുപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ അതൊക്കെ എടുത്ത് വിളമ്പിയേ പറ്റൂ. അങ്ങനെ ഒരുപാട് വെളുപ്പിക്കണ്ട കേട്ടോ. ആ വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തിയതിനു ശേഷമാണോ സുകുമാരന്റെ കൂടെ മല്ലിക ജീവിതം തുടങ്ങിയത്? സുകുമാരന്റെ മല്ലികയെ നിയമപരമായി വിവാഹം കഴിച്ചത് മരിച്ചുപോയാ പോലും വെറുതെ വിടൂല കേട്ടോ. അന്ന് മണിച്ചേട്ടൻ കരഞ്ഞോണ്ട് എത്രയോ പ്രാവശ്യം അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഇന്റർവ്യൂവിൽ കരഞ്ഞോണ്ട് ഈ മലയാളികള് കാണിച്ചു കൂട്ടുന്ന ഓരോ ദ്രോഹങ്ങള് മരിച്ചു കഴിയുമ്പോ അയ്യോ നല്ലത് എല്ലാരും അല്ല കേട്ടോ, എല്ലാരെയും പറയത്തില്ല. കുറെ പേര് ഒരുപാട് ദ്രോഹിച്ചു, ഒരുപാട് മണിച്ചേട്ടനാ ദ്രോഹിച്ചു. മരിച്ചു കഴിയുമ്പോ ഓട്ടനെ പിന്നെ എല്ലാവർക്കും അങ്ങ് നല്ലവനായി. എന്തിനാണ് ഈ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കാത്ത ഈ പരിഗണന എന്തിനാണ് മരിച്ചു കഴിയുമ്പോ കൊടുക്കുന്നത്?
അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ? മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിന് കാണാൻ പറ്റുമോ? നിങ്ങൾ ഈ പറയുന്നേക്ക് മരിച്ചുപോയ നടൻ സുകുമാരനെ പൊക്കി പിടിച്ചോണ്ട് വന്നേക്കും. മരിച്ചാലും സ്വസ്ഥത കൊടുക്കൂല. ആ കുഴിന്ന് മാന്തി എടുത്തോണ്ട് വരും. എന്താ ചെയ്യൂന്ന് പറ. അതോ കല്യാണ വീട്ടിൽ ഒരുമിച്ച് ഫോട്ടോ അടിച്ച ശേഷം ഒരുമിച്ച് ലിവിംഗ് ടുഗദർ തുടങ്ങിയ മക്കളെ ഉണ്ടാക്കിയതാണ്. തൽക്കാലം ഒരു ടെസ്റ്റ് ഡോസായി ഇത്രയും മതി. കൂടുതൽ തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും ഒക്കെ ആവശ്യം വന്നാൽ മല്ലിക ചേച്ചി ഇന്റർവ്യൂവിൽ വന്ന് പച്ചയ്ക്ക് സത്യമായ കാര്യമാണ് പറഞ്ഞത്. മല്ലിക ചേച്ചി വർഷങ്ങളായിട്ട് മീഡിയ സിറ്റി എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ചാനലിന്റെ അവാർഡ് ഷോ ഞാൻ മിക്കവാറും കാണുന്നത്. എല്ലാ വർഷവും അവിടെ സുകുമാരൻ ചേട്ടന്റെ പേരിലാണ് ആ അവാർഡ് നൈറ്റ് വെച്ചിരിക്കുന്നത്. അവിടെ ഈ ബാമ ടീച്ചറും വരും, മല്ലികാമ്മയും വരും, എല്ലാരും വരും. ഇവരെ ഈ ബാമ ടീച്ചറിന് ഒരു സ്ത്രീകളെയും കണ്ടൂടാ. ഉള്ളത് പറയാല്ല, ഞാനാണ് പറയുന്നത്. നമ്മൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അന്ന് ഫോട്ടോഷൂട്ട്. അപ്പം ഇവിടെ ഈ ചത്തഫാമ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു ഫോട്ടോയ്ക്ക്. അപ്പൊ ഭയങ്കര ഒരു സാരിയെ കൊടുത്ത് വിരിച്ചിട്ട് എന്നെ തള്ളി മറച്ചു കളഞ്ഞങ്ങ് കയറി നിന്നു. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നത് തള്ളി കളഞ്ഞോണ്ടങ്ങ് കയറി നിന്ന്. അത്ര പൊന്നു മോളാ. എന്നോട് കാണിച്ചേക്കാൻ എനിക്കറിയാം എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. എന്തൊക്കെ കാണിച്ചിട്ട് ചാനലിൽ വന്ന് എനിക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വെച്ചെന്ന് എല്ലാ വോയിസും എൻ്റെ കയ്യിലുണ്ട്. ജാതിപരമായി എന്നെ ആക്ഷേപിച്ചു, എന്നെ എന്തൊക്കെ മാനം കെടുത്തി യൂട്യൂബ് ചാനലിൽ വന്നിട്ട്. എൻ്റെ അമ്മയെ എന്തൊക്കെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞു. ഇതൊക്കെ തെളിവുകളുണ്ട്. ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒന്നും പോവാക്കത്തില്ല. നിങ്ങൾ അങ്ങനെ എത്രത്തോളം ഈ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ വെളുപ്പിക്കുമെന്ന് ഞാനും നോക്കട്ടെ. എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഞാനും പുറത്തു കൊണ്ടുവരും. എത്രത്തോളം വെളുപ്പിക്കുന്നു നോക്കട്ടെ. അത്ര കോളത്തിലല്ല. എല്ലാരും മണ്ടരാക്കുന്നു. ഇവിടെ ഉള്ളവരൊക്കെ മണ്ടരാ. ഇത്രയും ലോക മലയാളികള് എല്ലാരും ഒരേ സ്വരത്തില് പറഞ്ഞു, ഒരേ സ്വരത്തില്. അപ്പൊ നിങ്ങളിൽ എന്തോ കുറ്റമുള്ളതുകൊണ്ടാണ് എല്ലാരും ഒരേ സ്വരത്തിൽ കളിയാക്കുന്നതും കുറ്റം പറയുന്നതും. നിങ്ങൾക്ക് മാത്രം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് മാത്രം ശരി. നിങ്ങൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞതാ, ആ പറഞ്ഞതിൽ എന്താ കുറ്റം? കറക്റ്റ് അല്ലേ പറഞ്ഞത്? മോഹിനിയാട്ടം കളിക്കേണ്ടത് പെണ്ണുങ്ങളെ സ്ത്രീകളല്ലേ കളിക്കേണ്ടത്? ആണുങ്ങൾ കളിച്ചാൽ എങ്ങനെ ശരിയാവും? പുരുഷന്മാര് കളിക്കുമ്പോ പൂതനാമോക്ഷം വരും. പൂതനാമോക്ഷം ചെയ്യുമ്പോ എങ്ങനെയാണ് പുരുഷന്മാര് ചെയ്യുന്നതെന്ന്. എന്താ കുഴപ്പം? പണ്ടുള്ള പുരുഷന്മാര് പൂതനാമോക്ഷം കളിക്കുമ്പോ ഫുള്ള് സ്ത്രീ വേഷമാണ് കെട്ടി കളിക്കുന്നത്. സമ്മതിച്ച് ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ പോകെ മാറ്റങ്ങൾ വന്നു. ഈ മോഹിനിയാട്ടത്തിന് കൃത്യമായ ചട്ടക്കൂടുകളൊന്നുമില്ല. ഇവിടുന്നും ഒക്കെ എടുത്ത് ഒരു ഊഹാപോഹത്തിൽ കുറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അഹോരാത്രം പ്രയത്നിച്ചിരിക്കുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. അപ്പൊ ഈ പോക ആളുകൾ പകുതിയോളവേ ഡ്രസ്സ് ധരിക്കാറുള്ളൂ. അതൊരു പക്ഷെ സൗകര്യത്തിന് വേണ്ടിയായിരിക്കും. പക്ഷെ അവരത് കളിച്ചൊപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരു പൂതനാമോക്ഷം ചെയ്യുമ്പോഴ് പാല് കൊടുക്കുന്നവര് വിഷം തേച്ചിട്ട് പാല് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അതവര് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുണ്ടല്ലോ. ഇവര് പറയുന്നത് അവിടെ അങ്ങ് ഡ്രസ് ഇല്ലാതെ എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുന്നത്? എനിക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റും. നിങ്ങളുടെ ആര് ചോദിച്ച്? നിങ്ങൾ ആസ്വദിക്കണ്ടെന്നേ, ബാക്കിയുള്ളവരുണ്ട് ആസ്വദിക്കാൻ. മനസ്സിലായ? ബാക്കിയുള്ളവർ കണ്ട് ആസ്വദിച്ചോളൂ. നിങ്ങളുടെ ആരാ ചോദിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ചുളുവിനൊന്ന് വൈറലാവണം, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും അല്ല പ്രശ്നം. 66 വയസ്സ് വരെ നിങ്ങൾ ഇത്രയും ഭയങ്കര സുന്ദരിയില്ലേ? നിങ്ങള് ക്ലിയോപാട്ര തോറ്റു, ഐശ്വര്യ റായ് നിങ്ങളുടെ മുമ്പിൽ തോറ്റു. എന്നിട്ട് നിങ്ങൾ എവിടെ വരെ എത്തി ലൈഫില്? ആ ഭർത്താവിനെ പറ്റിച്ച് വീട് വെച്ചു. എന്നിട്ട് നിങ്ങൾ വലിയ മിടുക്കി ഞാൻ ലൈഫിൽ വിജയിച്ചു. എവിടെ വിജയിച്ചു? പലരെയും പറ്റിച്ച് പിടിച്ചു പറിച്ചൊക്കെ ജീവിക്കുന്നതാണോ വലിയ വിജയം? കുറ്റം പറഞ്ഞു ജീവിക്കുന്നതാണോ വിജയം? നിങ്ങൾ അത്ര മിടുക്കിയായിരുന്നെങ്കിൽ ഈ 66 വയസ്സിന് മുമ്പിൽ വല്ലതൊക്കെ നേടിയാണ്. നിങ്ങൾക്ക് ഇതൊന്നും നേടാൻ പറ്റില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ. ഇത്രേ ഉള്ളൂ. ഒറ്റ വാക്ക്, ഫ്രസ്ട്രേഷൻ, ഈഗോ. ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ളത്. അതിനി മാറാൻ പോകത്തില്ല. ഇത്രയും വയസ്സ് ഇനിയൊന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ശത്രു. മനസ്സിലായി? വേറൊന്നുമല്ല നിങ്ങളുടെ നാക്കാണ് ശത്രു. നിങ്ങൾക്ക് വിചാരമുണ്ട് നിങ്ങളെല്ലാം മോഹിനിയാട്ടം ഫുള്ളും അരച്ച് കലക്കി കുടിച്ച് എന്നൊരു വിചാരമുണ്ട്. പക്ഷേ നിങ്ങളുടെ നൃത്തം കണ്ടിട്ട് ആരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല.
ഇത് എന്ത് കോപ്രായം എല്ലാരും ചോദിക്കുന്നത്. അതെന്താ നിങ്ങൾ ഭയങ്കര കലാമണ്ഡലം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഇറങ്ങും. പക്ഷെ നിങ്ങളുടെ ഡാൻസ് അങ്ങോട്ട് ആരും അംഗീകരിക്കുന്നില്ലല്ലോ. കോക്കറി കുത്തലാന്ന് പറയുന്നത്. നിങ്ങൾക്ക് അരമണ്ഡലത്തിലൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ ഡാൻസും നിങ്ങളുടെ ദേവി അവിടെ എന്താ സൗണ്ട്? ആ പഠിക്കുമെന്നാ. ചത്തഭാമ ടീച്ചറിന്റെ ഡാൻസും നമ്മൾ കണ്ട്, RLV രാമകൃഷ്ണന്റെ ഡാൻസും കണ്ട്. പക്ഷേ 100-ൽ 100 മാർക്കും RLV രാമകൃഷ്ണന് കൊടുക്കും. നിങ്ങൾക്ക് ഒരു 2 മാർക്ക് പോലും തരാൻ തോന്നുന്നില്ല. നമ്മുടെ കുറ്റോ? നിങ്ങൾ എന്താ നിന്നോട്ട് കാണിക്കുന്ന? ഉള്ളതുപോലെ പറയണം. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറയണം. അല്ലാതെ അവിടെ കിടന്ന് ഈ ഉരുണ്ട് മെഴിയിട്ടൊന്നും കാര്യമില്ല. ആ മീഡിയക്കാർ വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ അവരെ നേരെ ചാടുന്നു. ആക്ടിവിസ്റ്റ്, ആ കുട്ടിയുടെ പേരെന്തായിരുന്നു, സിന്ധു, ആ പേര് വിട്ടുപോയി. അവര് വന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ പറയാ നീ എന്റെ കുടുംബക്കാരി ഒന്നും ചോദിക്കണ്ട. അവർക്കൊരു അവസരം കിട്ടുമ്പോ അവര് പറയും നീ എന്റെ കുടുംബകാരിയൊന്നും ഇല്ലാത്ത നീ കണ്ടോ? അവര് വ്യക്തമായ തെളിവ് അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് പറഞ്ഞത് ഒരു പെൺകുട്ടിയെ വീട്ടിൽ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ പെണ്ണിന്റെ സ്വർണം മൊത്തം അടിച്ചു മാറ്റി, അവളുടെ താലിയും വലിച്ചു പൊട്ടിച്ച്, അവളുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്ത്, അവളുടെ കവാലത്തിനടിച്ച് പറഞ്ഞു വിട്ട്. ഇതെല്ലാം കേസ് രജിസ്റ്റർ ആയതല്ലേ, ഉള്ള കാര്യമല്ലേ? അതാ അവര് പറഞ്ഞത്. അപ്പൊ ഉടനെ എന്റെ കുടുംബകാരി ഒന്ന് നിങ്ങൾക്കപ്പൊ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാം അല്ലേ? നിങ്ങൾ എല്ലാവർക്കും നേരെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുമല്ലേ? പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ആളുകൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലേ? തിരിച്ച് ആളുകളും തരും സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നടക്കുന്നത്? പോയിന്റല്ലേ. ഒരു പാലഘട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അങ്ങോട്ട് മാത്രമല്ല. RLV രാമകൃഷ്ണൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയ അറ്റാക്ക് അല്ല. ഒരു പൊതു സദസ്സിൽ വെച്ച് അദ്ദേഹം ഒന്നും ചില്ലറക്കാരനല്ല. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെറും ഡിപ്ലോമ അല്ലേ? ഡിപ്ലോമ നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നുന്നു ഡോക്ടറേറ്റിനേക്കാളും മേലാ ഡിപ്ലോമയെന്ന്. അദ്ദേഹത്തിന് ഇത്രയും കഴിവുള്ള അനശ്വര നടൻ എന്ന് വേണേ പറയാം. അദ്ദേഹത്തിനെ ഒരു പൊതു സദസ്സിൽ നിന്നും നിങ്ങൾ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് എന്തൊരു വികൃതമായ മനസ്സാണ്. ഒരു പൊതു സദസ്സിൽ നിന്നും ഇറക്കി വിട്ടു, കരയിപ്പിച്ച് വിട്ടു. ഒരു സദസ്സിന് നമ്മൾ കയറുന്നതിന് മുമ്പേ തൊട്ടു തൊഴുതിട്ടാണ് കയറുന്നത്. അവിടെ നിന്ന് ഇറക്കി വിട്ട ഒരു കലാകാരനെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. ഇതൊക്കെ നല്ല പ്രവൃത്തിയാ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ അറ്റാക്കല്ല അദ്ദേഹത്തിന് നേരെ. വർഷങ്ങളായിട്ടുള്ള അറ്റാക്കാണ്. അത് ജാതിയുടെ പേരില്. നിങ്ങളുടെ മനസ്സിൽ മൊത്തം ജാതി വെറിയാണ്, വർണ്ണവെറിയാണ്. അതൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സ് ആ കുഴി കുത്തി ആഹാരം കൊടുത്ത ആ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും നിൽക്കുന്നത്. അവിടുന്ന് വളർന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ എന്നെ ജാതിപരമായിട്ട് നിങ്ങൾ ആക്ഷേപിച്ചില്ലെന്ന് പറയത്തില്ലല്ലോ. ആ വോയിസ് ഒക്കെ എൻ്റെ ഉണ്ട്. എന്നെ ജാതിപരമായിട്ട് ആക്ഷേപിച്ച പേര് പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. എന്നെ മെസ്സേജ് അച്ചുവേട്ടെ ഞാൻ ഇപ്പോഴാ കണ്ടത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ മെസ്സേജ് നോക്കില്ല. അച്ചുവേട്ടെ 60 വയസ്സ് കഴിഞ്ഞ ചിന്നൻ എനിക്കറിയില്ല. ആമിനത്താത്തയാണോ ഇന്ന്? അന്ന് ആമിനത്താത്തയല്ല. മനുഷ്യന് അഹങ്കാരം കയറിയാൽ എന്ത് ചെയ്യും? ഉറങ്ങിയില്ല. ചെയ്യേണ്ട ജോലി ചെയ്ത് തീർത്തിട്ടേ ഉറങ്ങത്തോളൂ. എത്ര രാത്രിയായാലും പോയി പണി നോക്കാൻ പറ. നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ ലോകം വേറെയായി. കറുപ്പും വെളുപ്പും മാറ്റി നിർത്തിയ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കറുപ്പും വെളുപ്പും അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. പണ്ട് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ പണ്ട്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. എല്ലാരും സമന്മാരാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എല്ലാരും തുല്യരാണ്.
ഇനിയും ന്യൂ ജനറേഷൻ ആളുകൾക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാരും ഒരേപോലാണ്, മനുഷ്യജാതിയാണ്. നമ്മുടെ എല്ലാവരുടെയും ദേഹത്തോടുന്നത് ബ്ലഡാണ്. അവിടെ ജാതിയും പറഞ്ഞു വന്നേക്കുന്നു. ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ പ്രതികരിക്കണം, എല്ലാരും പ്രതികരിക്കണം ഇവരുടെ ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഇവര് കാലം മാറിയൊന്നും അറിഞ്ഞില്ല. ഇവരിപ്പോഴും പഴയ ലോകത്ത് നിൽക്കുവാന്ന്. അവര് അവിടുന്ന് ബസ് പിടിച്ചിങ്ങി എത്തിയില്ല കേട്ടാ. ആ കാലത്ത് നിൽക്കുക ഇപ്പോഴും. സത്യം ആ കാലത്ത് നിൽക്കുക. നമ്മൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കുറെ ആളുകളുണ്ട്, അവര് ചിന്തിക്കുന്ന ഒരിതുണ്ട്, അവര് ചിന്തിക്കുന്ന ലോകമുണ്ട്. അതിനപ്പുറത്തോട്ട് അവർക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഒരു ടൈമിൽ ഓർമ്മ വരുന്നത്, പണ്ട് നമ്മുടെ നവ്യ നായരില്ലേ, സിനിമ നടി നവ്യ നായരും അമ്പിളി ദേവിയും കലാതിലകത്തിന് വേണ്ടി മത്സരിക്കുമ്പോഴത്തേക്ക് പിന്നെ അന്ന് ആരാണോ എന്തോ മാർക്കിട്ടത്, ഞാനിപ്പോ ആലോചിക്കുക ആരായിരിക്കും മാർക്കിട്ടേന്ന്. പക്ഷേ അമ്പിളി ദേവിയായിരുന്നു കലാതിലകമായത്. പക്ഷെ അടിപൊളി ഡാൻസറാണ് നവ്യ നായർ, അതിലൊരു സംശയവും ഒരു തർക്കവും ഇല്ല. പക്ഷെ നവ്യ നായർക്ക് കിട്ടിയില്ല. കുറച്ച് ഇരുനിറമാണല്ലോ ആ കുട്ടിയുടെ ഇരുനിറം, നല്ല വെളുപ്പല്ല എന്നാ ഇരുനിറം. ഓക്കെ. അപ്പം പുള്ളിക്കാരി ഭയങ്കര കരച്ചിലും, അതെല്ലാം യൂട്യൂബിലുണ്ട്, എല്ലാരും കണ്ടു കാണും. അന്ന് ഇതേപോലെ ഒരു വേർതിരിവ് ഉണ്ടായിട്ടുണ്ട് ആ മാർക്ക് ഇട്ടിരിക്കുന്നവര്. ഇവര് പറയുന്നത് സൗന്ദര്യം എന്ന് പറഞ്ഞൊരു കോളമുണ്ട്, അവിടെ ഉദ്ദേശിക്കുന്ന ഇതൊന്നും അല്ല. നിങ്ങൾ പറയുന്ന കറുപ്പും വെളുപ്പും അല്ല സൗന്ദര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇളം നിറമെന്ന്. അതായത് കറുപ്പുമല്ല വെളുപ്പുമല്ല, അതിന്റെ ഒരു ഇടയ്ക്കുള്ള അത് മേക്കപ്പ് ഇട്ട് അത് ഒരു കറക്റ്റ് ആക്കും. അതിനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉള്ളത്. ഈ കണ്ണെല്ലാം എന്തിനാണ് ഇത്രയും വലുതാക്കി എഴുതുന്ന? എന്തിനാണ് കണ്ണ് വലുതാക്കി? ബാക്കി അറ്റത്ത് നിൽക്കുന്നവർക്ക് വരെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഭയങ്കരമായിട്ട് എഴുതി മേക്കപ്പ് ഇട്ട് ഒരുക്കി എടുക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് സുന്ദരിയാക്കാൻ. നിങ്ങൾ വിഷമിക്കണ്ട, സുന്ദരികൾ ചെയ്യേണ്ടതാണെന്ന്. അടിപൊളി, എത്ര വിരൂപയായിട്ടുള്ളവരെ അടിപൊളിയായിട്ട് ഒരുക്കാൻ പറ്റുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേ വേണ്ട. ശരി അച്ചൂട്ടം പോണേ, പിന്നെ വരാ. ഗുഡ് നൈറ്റ്. ആ ടാറ്റ. ഒരു പൊട്ട് വെക്കടേ. തട്ട വിട്ടിട്ട് പൊട്ട് വെച്ച അലുവയും മത്തിക്കറിയും പോലെ ആയിപ്പോ. മനുഷ്യൻ എത്ര കൊണ്ടാലും പഠിക്കില്ല. എന്റെ കുഞ്ഞു പിള്ളേര് 2.5 വയസ്സുള്ള കുട്ടികൾ വരെ ഇവരെ എടുത്തു വെച്ച് കളിയാക്കുന്നത് നമ്മൾ ആലോചിച്ച് ഇവരെന്തു പരാജയമാന്നേ. കുഞ്ഞു കുട്ടികൾ വരെ വീഡിയോസിലൂടെ അവരുടെ നേരെയുള്ള പ്രതിഷേധം കാണിക്കും. അപ്പൊ എത്ര പരാജയാന്നേ. എന്നിട്ട് പിന്നെയും വെളുപ്പിച്ച് ഒരു സൈഡിൽ നിന്ന് വെളുപ്പിച്ചു തുടങ്ങി. നമ്മളൊക്കെ മണ്ടര് കേട്ടാ. എന്തോ പറയാനാന്നേ. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, എത്രത്തോളം വെളുപ്പിക്കുന്നു നോക്കട്ടെ. വെയിറ്റ് ചെയ്തിരിക്കുക നമ്മള് എത്രത്തോളം വെളുപ്പിക്കുന്നു. തൽക്കാലം ഒരു ടെസ്റ്റ് ന്യൂസായി ഇത്രയും മതി. കൂടുതൽ തെളിവുകളും ദൃക്സാക്ഷി വിവരണങ്ങളും ഒക്കെ ആവശ്യം വന്നാൽ ഞാൻ റെഡിയാണ്. സത്യഭാമ ടീച്ചറാണോ മോഹിനി എന്നാണ് മല്ലികയുടെ ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ് മല്ലിക, കറക്റ്റ് ചേച്ചി, അത് കറക്റ്റ് എന്നും പറഞ്ഞു. ഇവരിവിടെ കറക്റ്റ് പറഞ്ഞു. ഇവര് വെളുത്തിരിക്കുന്ന ആരാ പറഞ്ഞു? സത്യമാണ്, നേരിട്ടാണ്, ഞങ്ങൾക്കറിയാം. ഇരുനിറമാണ്, വെളുപ്പല്ല. അത് മൊത്തം പുട്ടിയ. ആര് പറഞ്ഞു വെളുപ്പയാന്ന്? ഇവര് ഇങ്ങനെ സുന്ദരിയെന്ന് ആരാണ് പറഞ്ഞത്? മൊത്തം മേക്കപ്പാ. അതഴിച്ചിട്ട പേറ്റതള്ള സൈക്കിളെന്ന് ഇവരെയാണ് പറയേണ്ടത്, അല്ലാതെ RLV രാമകൃഷ്ണന്റെ അമ്മയല്ല പറയേണ്ടത്. ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു അധ്യാപകൻ. ആ ഒരു വിലയെങ്കിലും കൊടുത്തുകൂടായിരുന്നു, അത്രയെങ്കിലും ഒരു ബഹുമാനം കൊടുത്തുകൂടായിരുന്നു. പെറ്റതള്ള സൈക്കിൾ, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ വിഷമിപ്പിച്ച ആ ഒരു സെന്റൻസ്, അല്ലാതെ കറുപ്പെന്ന് പറഞ്ഞതല്ല. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട്. നിങ്ങളുടെ മകൻ നിങ്ങളെ എന്താണ് ഓരോ ദിവസവും രാത്രി നിങ്ങളെ വിളിക്കുന്ന എന്താണ്? നിങ്ങളുടെ മകൻ മദ്യപിച്ചിട്ട് നിങ്ങൾക്ക്
കുത്തല് പല്ലുവേദനയാ. എനിക്ക് ഇവിടെ തൊടുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയാന്നറിയാവോ? ആരെയാ? ബിഗ് ബോസില് സിജോയെ. ഇവിടെ തൊടുമ്പോ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. അയ്യോ സിജോ പാവം, ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ, പാവം. അമ്മാതിരി ഇടിയാ ഇവിടെ കിട്ടും, അമ്മാതിരി ഇടി. റോക്കിയുടെ ഒരു ഇടി എന്ന് പറഞ്ഞ അമ്മ, അതൊരു 1.5 ഇടിയ. ഒരിക്കലും സിജോയെ സംബന്ധിച്ച് പ്രവോക്ക് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. പ്രവോക്ക് ചെയ്യണം, ചെയ്യാൻ പാടില്ലെന്ന് ഒരിക്കലും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അയാളുടെ ഡ്യൂട്ടിയാ ചെയ്തത്. അന്നേരം എല്ലാ പ്രാവശ്യവും ഇതേ കണക്ക് പ്രവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കിൽ കൈ കെട്ടിയിട്ട് അവർ നിൽക്കുന്നു, എടുത്ത് കൈ അടിക്കാതിരിക്കാൻ വേണ്ടി. ഈ റോക്കി ബാക്കി കൈ കെട്ടിയിട്ട് വീഴ്ത്ത് വീശി അടിച്ചു കൊടുത്തു. കഷ്ടകാലം എന്ന് വെച്ചാൽ മനുഷ്യന്റെ എല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്, നാക്കിൽ ഗുളികൻ നിൽക്കുന്നു. അതുപോലൊരു അവസ്ഥയായി പോയി. പൊന്നോ, ഇങ്ങനെയുള്ള സൈക്കോപാത്തുകളെയൊക്കെ എന്തിനാ ഈ ബിഗ് ബോസ് ഇതിനകത്തേക്ക് കടത്തി വിടുന്നത്? പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മിഥുൻ നിന്നല്ലോ. മിഥുൻ നല്ല ബോക്സിങ്ങും ഒക്കെ സകല ആയോധന കലകളും പഠിച്ച ഒരു പയ്യനാണ് മിഥുൻ. പക്ഷെ മിഥുൻ ഒരു ചെറിയ മണ്ണ് പോലും ഒരു മനുഷ്യന്റെ ദേഹത്ത് നുള്ളിയിട്ടിട്ടില്ല. അത്രയ്ക്ക് എന്ത് ഡീസന്റ് ആയിട്ടാ നിന്ന് ഗെയിമൊക്കെ ചെയ്തിട്ടുള്ളത്. മിഥുൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇതൊരു എന്തോ പറയുന്ന. പക്ഷെ കണ്ടന്റ് കൊടുത്തു എന്ന് വെച്ചാൽ കണ്ടന്റ് കൊടുത്തു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു, എല്ലാം ഓക്കെയാ. ഇത് കയ്യിൽ നിന്ന് പാളിച്ച പറ്റി, അത് ആരും ക്ഷമിച്ചു കൊടുക്കത്തില്ല. പക്ഷെ സിജോ ക്ഷമിച്ചു കൊടുത്തു, അത് അദ്ദേഹത്തിന്റെ മനസ്സ്. പക്ഷെ ഒരുപാട് 3-4 വർഷം ആഗ്രഹിച്ച് വന്നതാണ്, രണ്ടുപേരും ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ ഈ സിജോയുടെ ഈ റോക്കിയുടെ പ്രവൃത്തി മൂലം പാവ സിജോയുടെ അവസരവും കൂടെ നഷ്ടപ്പെട്ടു. ഇനി എത്രത്തോളം ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാവും, തിരിച്ചു വരുമെന്നൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം. എന്ത് കഷ്ടമായിപ്പോയി, വിഷയം വിട്ടുപോയി, പറഞ്ഞപ്പോ ആ വഴിക്ക് അങ്ങ് പോയി. അങ്ങനെ ഇതാണ്. അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യൻ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനോട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ചത്തഭാമ ടീച്ചറെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാവോ? അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പോകരുത്, മനസ്സിലായോ? അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പോകരുത്. വെള്ളം ചൂടാക്കി കൊണ്ടുപോവാ, തീർന്നു പോയി. ഇന്ന് ഒരു ഭാരത് ഭവനില്ലേ തൈക്കാട്, അവിടെ വെച്ചിട്ട് ഒരു നാടകം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ പോയി. വന്നപ്പോൾ ലേറ്റായി. പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ കണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഓരോ വിവരങ്ങൾ അറിയുന്നത്. ലേറ്റായിപ്പോയി കാര്യങ്ങളൊക്കെ അറിയാൻ. കേട്ടത് ഞാൻ സ്റ്റക്കായിപ്പോയി. ദൈവമേ, ഒരു മിനിറ്റ് എനിക്ക് എന്താ ഒരു പുകമയം പോലെ. ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കേട്ട് എന്റെ മനസ്സിൽ തട്ടിയ അത് പ്രതികരിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. പിന്നെ ഉറക്കം വരത്തില്ല എനിക്ക്. നാളത്തേക്ക് ഇത് നാളെ ചെയ്യാന്നും പറഞ്ഞ് വെച്ചാൽ എനിക്ക് ഉറക്കം കിട്ടത്തില്ല. അതെന്റെ ഒരു സ്വഭാവമാണ്. വിസ മുന്നിൽ വരണം. ഞാൻ ഒരുപാട് ജീവിതം തോറ്റുപോയി പഠിച്ചതാണ്. ചിന്തകൾ വേറെയാണ്. സിനിമ അവരുടെ ജോലിയാണ്, മനസ്സിലാണ് കർമ്മം. യെസ് അവര് സിനിമാ നടിയാന്ന് പറഞ്ഞാണോ അവരെ ഇത്രയും കളിയാക്കുന്നത്? ക്യാബറ ഡാൻസ്, എന്റെ ദൈവമേ, എത്രയോ നടികൾ ക്യാബറ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതെന്തോ അത്ര വലിയ തെറ്റാ? ബിക്കിനി ഇടുന്നല്ലോ, എത്രയോ നടിമാര് ബിക്കിനി ഇടുന്നു. അതൊക്കെ വലിയ തെറ്റാ? അവര് സിനിമയ്ക്ക് വേണ്ടി ഇടുന്നല്ലേ? ഷേടാ, അതെടുത്തു വെച്ച് കളിയാക്കണം. അവര് ജീവിതത്തിൽ എന്തോ ക്യാബറ ഡാൻസ് കളിച്ച് നടക്കുവാണോ? പറയുന്നതിനൊരു മര്യാദയില്ലേ? എന്ത് കഥ. അവര് നല്ല രീതിയിൽ 2 മക്കളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് അവരെ ഒരു നല്ല ലെവലിലാക്കി. മരുമക്കളും അതുപോലെ അടിപൊളിയായിട്ട് ജീവിക്കുന്നു, കുഞ്ഞുമക്കളും എല്ലാരും അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അവരെ കയറി ചൊറിയാൻ ചെല്ലുന്നു. അവരവരുടെ ജോലി നോക്കി ജീവിക്കല്ലേ? ആർക്കെങ്കിലും ശല്യത്തിന് പോന്ന പക്ഷെ എന്തു പറയാനെന്ന് പറഞ്ഞ ആ പാവത്തിനെ ചൊറിയാൻ പോന്നു. വലിയമ്മ വന്നിട്ട് എന്ത് നല്ല രീതിയിലാണ് പറഞ്ഞത്. ഓരോ പോയിന്റ്സ് എടുത്തു വെച്ച് ഇവർക്ക്
ഇവർക്ക് എന്ത് യോഗ്യനാണ് ഇങ്ങനെ ചോദിച്ചത്? പണ്ട് കാലത്തായിരുന്നു ജാതി പറയുന്നതും നിറം പറയുന്നതും ഒക്കെ. ഇപ്പോൾ ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ കുറെ മനുഷ്യര് എന്താ പറയണ്ടത്? ഇങ്ങനെ കുറെ പേരുണ്ട്. ഈ ചത്തമാമ ടീച്ചറിനെ പോലെ കുറെ പേരുണ്ട്. ഇത് ഒരാളല്ല, ഒരൈറ്റം അല്ല, ഇത് കുറെ പേരിങ്ങനെ ഉണ്ട്. എന്തായാലും കൊള്ളാം. ചുമ വന്നോണ്ടിരിക്കുന്നു.